നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് ഫിലെമോനോട് പറയുന്ന ഒരു കാര്യമാണ്, ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. സ്തോത്രം. ഒനേസിമോസിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് അവിടെ. ആകപ്പാടെ 25 വാക്യങ്ങളേ ഉള്ളൂ. നമ്മളത് വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. 20-ാമത്തെ വാക്യം വായിക്കാം. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. 11-ാമത്തെ വാക്യം വായിക്കാം. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഒനേസിമോസിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്കും നിനക്കും നല്ല പ്രയോജനമുള്ളവനായിട്ട് മാറി. സ്തോത്രം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് ഫിലെമോനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫിലെമോൻ അതേപോലെ ചെയ്തതുകൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഫിലെമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമുള്ളവനെന്നാണ് അർത്ഥം. സ്തോത്രം. ഒനേസിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയോജനമുള്ളവനെന്നാണ്. സ്നേഹമുള്ള ഒരുവനുണ്ടെങ്കിൽ പ്രയോജനമില്ലാത്ത ഒരുവൻ പ്രയോജനമുള്ളവനായിട്ട് മാറും. സ്തോത്രം. എവിടെ സ്നേഹം വ്യാപരിക്കുന്നു അവിടെ പ്രയോജനമില്ലാതെ കിടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രയോജനമുള്ള അനുഭവങ്ങളാക്കി മാറ്റും. ആ ഒരു ദൈവകൃപയുണ്ട്. സ്തോത്രം.